എടിഎമ്മുകളിൽ നിന്നും ഇന്നു മുതൽ ദിവസം 4500 രൂപ വരെ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% എടിഎമ്മുകളിലും ഇപ്പോഴും ആവശ്യത്തിന് പണം എത്തിക്കാൻ റിസർവ് ബാങ്കിനായിട്ടില്ല. അടിസ്ഥാന വായ്പകളുടെ പലിശയിൽ എസ്ബിഐയും യൂണിയൻ ബാങ്കും ഇളവ് നൽകി. 9% വരെയാണ് പലിശ കുറച്ചത്. സബ്സിഡിയുള്ള പാചകവാതകത്തിന്റെ വില 2 രൂപ വർദ്ധിപ്പിച്ചു. ജനുവരി 1 മുതൽ എടിഎമ്മുകളിൽ നിന്നും പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് എടിഎമ്മുകൾ പ്രവർത്തന സജ്ജമല്ല എന്നതും പണമില്ല എന്നതും ജനത്തെ ദുരിതത്തിലാക്കുകയായിരുന്നു. ദില്ലിയടക്കം രാജ്യത്തെ പ്രധാന നഗരകേന്ദ്രങ്ങളിൽ പോലും എടിഎമ്മുകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾക്കെല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ എടിഎമ്മുകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിനനുസൃതമായി എടിഎമ്മുകളിൽ സാങ്കേതികമായ മാറ്റം വരുത്തിയിട്ടില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ടുമാറ്റം വന്നതിന് ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് മേധാവികൾ സൂചിപ്പിച്ചു. ഇതിനു തൊട്ടുപുറകെ അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ച് എസ്ബിഐയും യൂണിയൻ ബാങ്കും രംഗത്തെത്തി. എസ്ബിഐ 0.9% പലിശ കുറച്ചപ്പോൾ യൂണിയൻ ബാങ്ക് 0.6% പലിശ കുറച്ചു. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ടുമാറ്റം എന്ന ആരോപണം ശക്തമാണ്. ഇത് ശരിവെക്കുന്നതാണ് നിക്ഷേപം ഉയർത്തിയതിനെ തുടർന്ന് പലിശ നിരക്ക് കുറച്ചുകൊണ്ടുള്ള ബാങ്കുകളുടെ നിലപാടും. ന്യൂസ് ഡെസ്ക്. നോട്ട് നിരോധനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി വൻ പരാജയമാണെന്ന് ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി 50 ദിവസത്തിന്റെ സമയപരിധിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തയ്യാറാകുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആ ജനാധിപത്യ ശൈലി സ്വീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. സമാജ്വാദി പാർട്ടിയിൽ പ്രശ്നങ്ങൾ സങ്കീർണം. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത ദേശീയ കൺവെൻഷനിൽ അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. എന്നാൽ കൺവെൻഷൻ പാർട്ടി ഭരണഘടനയ്ക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുലായം സിംഗ് യാദവ് രാംഗോപാലിനെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പാർട്ടിയുടെ ഔദ്യോഗിക കൺവെൻഷൻ ജനുവരി 5-ന് ചേരുമെന്നും മുലായം സിംഗ് അറിയിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി രാംഗോപാൽ യാദവ് വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ വച്ചാണ് അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. സംസ്ഥാന അധ്യക്ഷനായ ശിവപാൽ യാദവിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയും അമർ സിംഗിനെ പുറത്താക്കിക്കൊണ്ടുമുള്ള പ്രമേയവും പാസാക്കി. മുലായം സിംഗ് യാദവ് പാർട്ടിയുടെ മാർഗദർശിയായി തുടരുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. और नेताजी पिताजी हैं तो मैं उनका बेटा रहूंगा. ये रिश्ता कोई नहीं खत्म कर सकता. और मैं इस अधिवेशन में तमाम लोगों के सामने और देश के सामने कह सकता हूं, जो मेरी जिम्मेदारी है बेटे की हैसियत से, अगर पार्टी बचानी पड़े तो पार्टी बचाएंगे, अगर परिवार के लोगों को बचाना पड़ेगा तो परिवार के लोगों को सहयोग खड़ेंगे. തൊട്ടു പിന്നാലെ മുലായം സിംഗ് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് യോഗം വിളിച്ചു. രാംഗോപാൽ വിളിച്ച കൺവെൻഷൻ പാർട്ടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തീരുമാനങ്ങൾ മുലായം തള്ളി. യോഗം വിളിച്ച രാംഗോപാൽ യാദവിനെ 6 വർഷത്തേക്ക് പുറത്താക്കി. 3 ദിവസത്തിനിടെ 2ാം തവണയാണ് രാംഗോപാലിനെ പുറത്താക്കുന്നത്. ജനുവരി 5-ാം തീയതി ദേശീയ കൺവെൻഷൻ ചേരുമെന്നും മുലായം സിംഗ് അറിയിച്ചു. രാംഗോപാൽ യാദവ് വിളിച്ച കൺവെൻഷനിൽ പങ്കെടുക്കരുതെന്ന് മുലായം നേതാക്കൾക്ക് കത്ത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന മുലായത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് ഭൂരിപക്ഷം നേതാക്കളും അഖിലേഷിന് പിന്തുണയുമായി കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത്. സമാജ്വാദി പാർട്ടിയിലെ മൂപ്പിളമ തർക്കം ഒടുവിലെത്തി നിൽക്കുന്നത് പാർട്ടിക്ക് 2 ദേശീയ അധ്യക്ഷന്മാർ എന്ന സ്ഥിതിയിലാണ്. മകന്റെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ മുലായം സിംഗ് യാദവ് തയ്യാറാകുമോ അതോ പാർട്ടി 2 വഴിക്ക് പിരിയുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. നോട്ടുമാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4-ന് പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4-ന് ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്, BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്.
നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കനാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയില്ല. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടി നേതാക്കളോട് കാണിക്കുമെന്ന് VD സതീശനും ശിവഗിരിയിൽ നടന്ന സംഘടനാ സമ്മേളനത്തിൽ തുറന്നടിച്ചു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി സംഘർഷമില്ലാത്ത സംഘടനാ പ്രവർത്തനം എന്ന സംഘടനാ സമ്മേളനത്തിലാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കാൾ അധികം നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളാണ്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ പാർട്ടി നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആവശ്യമെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണമെന്നും കോടിയേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വ്യക്തമാക്കി. ഇന്ന് കേരളത്തിൽ നടന്നുവരുന്ന പല സംഘർഷങ്ങളും ചർച്ചയിൽ കൂടി പരിഹരിക്കണം. ഈ സമ്മേളന വേദിയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പലപ്പോഴും പല നിലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ കേരളത്തിൻ്റെ പേര് ദേശീയ തലത്തിൽ തന്നെ തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ ഇടവരുത്തുന്നുണ്ട്. ഇത് കണക്കിലെടുത്ത് ഇതിനാവശ്യമായ സംവാദങ്ങൾ, ചർച്ചകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരംഭിക്കണം. ആവശ്യമാണെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം. സംഘർഷങ്ങൾ ദേശീയ തലത്തിൽ തെറ്റായ പ്രചരണത്തിന് ഇടയാക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവയ്ക്കാതിരിക്കുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കള്ളസാക്ഷിയെ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്താൽ സംഘർഷങ്ങൾ ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. അക്രമം വഴി ഒരു ആശയത്തെയും ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ കോടിയേരി മുന്നോട്ട് വെച്ച തുറന്ന ചർച്ചയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കിയില്ല. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരുകടക്കുമ്പോഴാണ് സംഘർഷങ്ങളിലേക്ക് കടക്കുന്നതെന്ന് കുമ്മനം പറഞ്ഞു. കോൺഗ്രസിൽ മൂർച്ഛിച്ച ഗ്രൂപ്പ് പോരിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ തുറന്നടിച്ചത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ കാണിക്കാത്ത പരസ്പര ബഹുമാനം എങ്ങനെ മറ്റു പാർട്ടിയിലെ നേതാക്കളോട് കാണിക്കുമെന്ന് VD സതീശൻ ചോദിച്ചു. വ്യക്തിപരമായി ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ സംഘടനയിൽ ചാരിവെക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ തമ്മിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും ബന്ധവും ഉണ്ടാകണം. അതുപോലും ഇല്ലാതിരിക്കുന്ന ഒരു നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുന്നത്? വ്യക്തിയുടെ താല്പര്യങ്ങളെ സംഘടനയ്ക്ക് വിധേയമാക്കുമ്പോൾ സംഘടന എന്നുള്ള വാക്കിന് പോലും അർത്ഥമില്ലാതായി മാറും. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ ഗ്രൂപ്പിസം പോലെ മതസംഘടനകൾക്കുള്ളിലെ ഗ്രൂപ്പിസം ശക്തിപ്പെടുന്നതായും സതീശൻ കുറ്റപ്പെടുത്തി. സമ്പത്ത് MP, ബിനോയ് വിശ്വം തുടങ്ങിയവരും വിഷയത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പുതുവത്സര ആഘോഷത്തിനിടെ തുർക്കിയിൽ ഇസ്താംബുളിൽ നിശാ ക്ലബിനുണ്ടായ വെടിവയ്പിൽ 39 പേർ കൊല്ലപ്പെട്ടു. 45ഓളം പേർക്ക് പരിക്കേറ്റു. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ ആക്രമി വെടിയുതിർക്കുകയായിരുന്നു. സംഭവം ഭീകരാക്രമണമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇസ്താംബൂളിലെ ഓർട്ടാക്കോയ് മേഖലയിലെ റെയ്ന നിശ ക്ലബിലാണ് പ്രാദേശിക സമയം പുലർച്ചെ 1:30 ആക്രമണമുണ്ടായത്. സാന്താക്ലോസിന്റെ വേഷത്തിലെത്തിയ അക്രമി പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവ സമയത്ത് 600ഓളം പേർ ക്ലബിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ചിലർ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് എടുത്തുചാടി രക്ഷപ്പെടുകയായിരുന്നു. വെടിവെപ്പ് നടത്തിയ അക്രമിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒന്നിലധികം അക്രമികൾ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവം ഭീകരാക്രമണമാണെന്ന് ഇസ്താംബുൾ ഗവർണർ വാസിഫ് സഹിൻ പറഞ്ഞു. അക്രമി അറബി ഭാഷയാണ് സംസാരിച്ചതെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. തുർക്കിയിൽ ഭീകരാക്രമണ ഭീഷണിയുള്ളതായി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് 17,000ഓളം പോലീസ് സേനയും വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്.
പാനൂരിനടുത്ത് ചെണ്ടയാട് വരപ്രയിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അശ്വന്ത്, രജിത്, അതുൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM നേതൃത്വം ആരോപിച്ചു. നവവത്സരാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPM നേതൃത്വം പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറയിൽ പുതുവത്സരാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥി കുത്തേറ്റു മരിച്ചു. നെന്മാറ കെട്ടേങ്കാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എലവഞ്ചേരിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവമുണ്ടായത്. ഒലവങ്കോട് കോപ്പറേറ്റീവ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സുജിത്ത്. സിനിമാ സമരത്തിൽ തിയേറ്റർ ഉടമകൾക്കെതിരെ ആഞ്ഞടിച്ച് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. തിയേറ്ററുകൾ അടച്ചിട്ട് സമരം നടത്തുന്ന തിയേറ്ററുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിയേറ്റർ ഉടമകളെ സർക്കാർ കയറൂരി വിടുന്നത് നിർമ്മാതാക്കളെ കൊല്ലുന്നതിന് തുല്യമാണെന്നും അടൂർ പറഞ്ഞു. സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ മലയാള സിനിമകൾ നിർബന്ധമായും പ്രദർശിപ്പിക്കുന്നതിനായി നിയമം കൊണ്ടുവരണമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സിനിമാ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ സമരം നടത്തുന്ന തിയേറ്റർ ഉടമകൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ ആഞ്ഞടിക്കുകയായിരുന്നു. സമരം നടത്തുന്ന തിയേറ്ററുകളെ സർക്കാർ അടച്ചുപൂട്ടിക്കണം. നിർമ്മാതാക്കളെ കൊല്ലുന്ന തരത്തിലേക്കാണ് തിയേറ്റർ ഉടമകൾ ഏകാധിപത്യ സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്നും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചിട്ട് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് ചെയ്യാം, തൽക്കാലം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഇത് തീരെ ശരിയല്ല. അങ്ങനെ ധിക്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള ഉപാധികൾ ഗവൺമെൻറ്റിൻ്റെ വശം വേണം. സർക്കാർ തീർച്ചയായിട്ടും ഇടപെടണം. ഇങ്ങനെ ധിക്കരിക്കുന്ന തിയേറ്ററുകളെ അവരുടെ പ്രദർശനം നടത്താനുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. സിനിമാ സമരത്തിൽ സർക്കാർ ഉടൻ ഇടപെട്ട ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട അടൂർ മലയാള സിനിമയുടെ രക്ഷയ്ക്കായി സർക്കാരിന് മുന്നിൽ നേരത്തെ സമർപ്പിച്ച നിർദ്ദേശങ്ങളും ആവർത്തിച്ചു. നിർബന്ധമായിട്ടും മലയാള സിനിമ തിയേറ്ററിലെ സ്ക്രീനിങ് ടൈമിൻ്റെ 60 മുതൽ 70 വരെ ശതമാനം മലയാള സിനിമയ്ക്കായിട്ട് നീക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തിയേറ്റർ ഉടമകൾ കരുതുന്നത് മലയാള സിനിമയില്ലേ വേണ്ട, നമുക്ക് തമിഴ് കാണിക്കുക, ഇഷ്ടംപോലെ ഓഡിയൻസ് ഉള്ളല്ലോ കേരളത്തിൽ, അതുപോലെ നല്ല രസമായിട്ടുള്ള പടങ്ങൾ തെലുങ്കി വരുന്നുണ്ട്, മലയാളം സിനിമ കടലിൽ പോകട്ടെ എന്ന് പറയുന്ന ഒരു തരം സമീപനം അത് തിയേറ്റർ ഉടമകളുടെ ഭാഗത്ത് ഇപ്പോഴുണ്ട്. ഇതിന് പരിഹാരം കണ്ടേക്കുള്ളൂ. തിയേറ്ററുകളിൽ ടിക്കറ്റിംഗ് സംവിധാനം അടിയന്തരമായി നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ സമോവ, ടോങ്ക, കിരിബതി ദ്വീപുകളിലാണ് 2017 ആദ്യമെത്തിയത്. വമ്പൻ ആഘോഷ പരിപാടികളോട് കൂടിയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. ലോകമെങ്ങും പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയുമാണ് പുതുവർഷത്തെ വരവേറ്റത്. പസഫിക് ദ്വീപ് സമൂഹത്തിലെ ടോങ്കോയിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. പിന്നീട് ന്യൂസിലൻഡിലെ ഓക്ലൻഡ് 2017 വരവേറ്റു. പുതുവർഷത്തെ ആരവത്തോടെ വരവേൽക്കാൻ ഓക്ലൻഡിലെ സ്കൈ ടവറിൽ 10,000ങ്ങളാണ് ഒഴുകിയെത്തിയത്. കരിമരുന്ന് പ്രയോഗങ്ങളും ആഘോഷങ്ങളും ന്യൂസിലൻഡിനെ ആഹ്ലാദത്തിലാക്കി. 500 കിലോയുടെ കരിമരുന്നാണ് ഓക്ലൻഡിൽ വർണ്ണക്കാഴ്ചയൊരുക്കിയത്. 2016 യാത്രയയക്കാൻ ആയിരക്കണക്കിന് പേരാണ് സിഡ്നിയിൽ ഒത്തുചേർന്നത്. 7 ടൺ കരിമരുന്നാണ് പുതുവർഷം ആഘോഷിക്കാൻ തയ്യാറാക്കിയിരുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30യോടെയായിരുന്നു ഓസ്ട്രേലിയയിൽ പുതുവർഷം എത്തിയത്. യുഎസിലെ ദ്വീപായ ബക്കർ ദ്വീപിലും ഹൈലാൻഡ് ദ്വീപിലുമാണ് അവസാനമായി പുതുവർഷം കടന്നുവന്നത്. പുതുവത്സരാഘോഷം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങ് തന്നെയാണ്. കൊച്ചിൻ കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റു. DJ പാർട്ടികളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കനത്ത പോലീസ് വലയത്തിലാണ് കൊച്ചിയിലെ പുതുവത്സരാഘോഷം നടന്നത്. എങ്കിലും വർണ്ണാഭമായ ആഘോഷങ്ങളോട് തന്നെയാണ് 2017 കൊച്ചി വരവേറ്റത്. കൊച്ചിയിലെ പുതുവത്സരാഘോഷം അതെന്നും ഫ്രീക്കാ മച്ചാനെ. ഇത്തവണയും കളറിനും പൊളിക്കും കുറവൊന്നും ഉണ്ടായില്ല. പ്രധാന ആഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തേക്ക് ഉച്ചയോടെ തന്നെ ജനപ്രവാഹം ആരംഭിച്ചു. ഓരോ വർഷവും പുതിയ രൂപത്തിലെത്തുന്ന കൂറ്റൻ പപ്പാഞ്ഞിയാണ് 12 മണിവരെ താരം. ഇത്തവണ ബിനാലെ കലാകാരന്മാരുൾപ്പെടുന്ന 20 അംഗ സംഘം 10 ദിവസത്തെ അധ്വാനത്തിനൊടുവിലൊരുക്കിയ 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി വൈകുന്നേരത്തോടെ ജനങ്ങൾക്ക് കാണാനായി. ആട്ടവും പാട്ടും കൂക്കുവിളികളും ആർപ്പുവിളികളും ഒക്കെയായി 2016 ദുഃഖങ്ങളെല്ലാം അവർ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. 12 മണിയോടെ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് 2017 കൊച്ചി വരവേറ്റു. കൊച്ചിക്കാരുടെ പരമ്പരാഗത പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമാകാനെത്തിയവരിൽ പല പ്രമുഖരും വിദേശികളും സ്വദേശികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു.
പോയ വർഷത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ മുന്നൊരുക്കമാണ് കൊച്ചി പോലീസ് ഒരുക്കിയിരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന പോലീസ് 2000-ഓളം പോലീസുകാരെ നിരത്തിലിറക്കി സുരക്ഷ ശക്തമാക്കി. DJ പാർട്ടികളുടെ നിയന്ത്രണത്തിനൊപ്പം ആഘോഷങ്ങൾ 12:30 മണിക്ക് അവസാനിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശവും പാലിക്കപ്പെട്ടു. വൻകിട ഹോട്ടലുകളിൽ നടന്ന പുതുവത്സരാഘോഷങ്ങൾ പോലീസ് നിർദ്ദേശിച്ചതുപോലെ മങ്ങിയ വെളിച്ചത്തിലല്ല നടന്നത്. ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കളുടെ കൂട്ടായ്മകൾ അങ്ങനെ തുടങ്ങി ആഘോഷവേദികളിൽ ആയിരങ്ങൾ പങ്കെടുത്ത വർണ്ണാഭമായ പരിപാടികളോടെ തന്നെയാണ് മധ്യകേരളവും പ്രത്യേകിച്ച് കൊച്ചിയും 2017 വരവേറ്റത്. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി. പാട്ടും നൃത്തവും വെടിക്കെട്ടുമൊക്കെയായി ആഘോഷപൂർവ്വമാണ് തലസ്ഥാനവാസികൾ പുതുവത്സരത്തെ വരവേറ്റത്. കോവളത്തും ശംഖുമുഖത്തും വർക്കലയിലുമാണ് പ്രധാന പരിപാടികൾ നടന്നത്. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും ആഘോഷരാവിന്റെ മാറ്റ് ഒട്ടും കുറഞ്ഞിരുന്നില്ല. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ഉന്മാദം പുരണ്ട രാവ്. പാട്ടും നൃത്തവുമായി അടിച്ചുപൊളിച്ച് യുവതി യുവാക്കൾ. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വെടിക്കെട്ടും കൂടിയായപ്പോൾ പുതുവത്സരം പൊടി പൊടിച്ചു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോവളം, ശംഖുമുഖം, തൈക്കാട് പോലീസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടികൾ അരങ്ങേറിയത്. തലസ്ഥാനത്തെ റിസോർട്ടുകളിലും സ്വകാര്യ ഹോട്ടലുകളിലും ഡിന്നർ പാർട്ടിയും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. വിദേശികൾ ഏറെ എത്തുന്ന കോവളത്തും വർക്കലയിലും വെടിക്കെട്ടും ചെണ്ടമേളവും ഒരുക്കിയിരുന്നു. രാത്രിയിൽ കടലിലിറങ്ങുന്നതിന് ലൈഫ് ഗാർഡും പോലീസും വിലക്കേർപ്പെടുത്തി. 4 സ്റ്റാർ വരെയുള്ള ബാറുകൾ അടച്ചതിനു ശേഷമുള്ള ആദ്യ പുതുവത്സരാഘോഷത്തിനായി പലരും സ്വകാര്യ ഹോട്ടലുകളെയും ഭവനങ്ങളെയുമാണ് മുഖ്യമായും ആശ്രയിച്ചത്. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ബിയറും വീര്യം കൂടിയ മദ്യവും റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയത്. അടുപ്പിച്ച് അവധി ദിനങ്ങൾ കൂടിയെത്തിയതോടെ പുതുവത്സരം ആഘോഷിക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. ജില്ലയിലെമ്പാടുമായി 2000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കിയത്. ബിയർ പാർലറുകൾ സമയനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തി. ഉച്ചഭാഷിണികളുടെ പ്രവർത്തനം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും പ്രാവർത്തികമായില്ല. പുതുവത്സരത്തെ വരവേൽക്കാനായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഒരുക്കി. ആഘോഷത്തോടെയും അതിലേറെ പ്രാർത്ഥനയോടെയുമാണ് ജനങ്ങൾ 2017 വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ടിവിയും തൃശൂർ റീജൻസി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച പുതുവത്സര പരിപാടി ശ്രദ്ധേയമായി. റിംഗിൻ 2017 എന്ന പേരിൽ തൃശൂരിൽ നടന്ന പരിപാടിയിൽ ഗായകൻ അഫ്സൽ, അഖില ആനന്ദ്, ഷംന കാസിം തുടങ്ങിയവർ മാറ്റുരച്ചു. തൃശൂർ റീജൻസി ക്ലബ്ബുമായി സഹകരിച്ചാണ് കൈരളി പീപ്പിളിന്റെ പുതുവത്സര പരിപാടികൾ നടന്നത്. അഫ്സലിന്റെ ഗാനത്തോടെയായിരുന്നു സംഗീത നൃത്തവിരുന്നിന് തുടക്കമായത്. പിന്നാലെ മെലഡി ഗാനങ്ങളുമായി അഖില ആനന്ദും എത്തി. തുടർന്ന് കേൾവിക്കാരെ ആവേശത്തിലാക്കി ഫാസ്റ്റ് സോങ്ങുകൾക്ക് വഴിമാറി. ചടുല താളത്തിനൊപ്പം പ്രൊഫഷണൽ ഡാൻസർമാരുടെ ചുവടുകളും എത്തിയത് ആഘോഷത്തിന് കൊഴുപ്പേകി. ചലച്ചിത്രതാരം ഷംന കാസിമിന്റെ നേതൃത്വത്തിലായിരുന്നു ഡാൻസ്. കൗണ്ട് ഡൌണിനൊടുവിൽ ഏവരും ഹർഷാരവത്തോടെ പുതുവർഷ പുലരിയെ വരവേറ്റു. കൈരളി ടിവി പ്രോഗ്രാം ഡയറക്ടർ സോമകുമാർ, ജനറൽ മാനേജർ പ്രതാപ് ചന്ദ്രൻ, DGM ജയശങ്കർ, റീജൻസി ക്ലബ്ബ് പ്രസിഡന്റ് CV മാത്യു, സെക്രട്ടറി ജോസ് തട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.